ഇനി നമുക്ക് ഷെൽ കമാൻഡ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഷേപ്പിൽ പോയിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു സർക്കിള് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫൈയിൽ പോയിട്ട് മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്പ് എൻഡ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് നമുക്ക് ഷെൽ മോഡിഫയർ അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴേക്ക് വന്നാൽ ഇവിടെ ഷെൽ എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഷെൽ എടുക്കാനായിട്ട് കീബോർഡിൽ എസ് എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എസിലുള്ളതെല്ലാം വരും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഷെല്ല് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഷെൽ എടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇന്നർ എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഔട്ടർ എമൗണ്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഔട്ടർ എമൗണ്ട് ഇവിടെ മൗസ് വെച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ച് 0 ആക്കുകയാണ്. ഇപ്പൊ ഇവിടെ യാതൊരുവിധ തിക്നെസ്സും ഇവിടെ ഇല്ല. ഇനി എനിക്കിവിടെ തിക്നെസ് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇന്നർ എമൗണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് തിക്നെസ് വരുന്നതായിട്ട് കാണാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ തന്നെ നമുക്ക് ഔട്ടറിലേക്കും തിക്നെസ് കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഔട്ടറിൽ തിക്നെസ് വന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഔട്ടറിൽ ഞാൻ തിക്നെസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സെഗ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെഗ്മെന്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെഗ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് സെഗ്മെന്റ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ സർക്കിളിനകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് ഞാൻ എക്സ്ട്രൂഡ് എടുക്കുകയാണ്. ക്യാപ്പ് എൻഡ് ഞാൻ ഓഫ് ചെയ്തു. അതിനുശേഷം മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് യെസ് പ്രസ് ചെയ്ത് ഞാൻ ഷെൽ എടുക്കുകയാണ്. ഷെല്ല് ഓപ്ഷൻ മോഡിഫയർ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് ഔട്ടർ എമൗണ്ട് 5 ഇഞ്ചാണ് കിടക്കുന്നത്. ഞാനത് 0 ആക്കി. അതിനുശേഷം ഞാൻ ഇന്നർ എമൗണ്ട് കൂട്ടി കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ഇന്നർ എമൗണ്ട് കൂടിയ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഇന്നർ എമൗണ്ടും ഔട്ടർ എമൗണ്ടും കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെഗ്മെന്റ് കൂട്ടുന്നതിനനുസരിച്ച് ഈ ഭാഗത്തെ നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കാൻ സാധിക്കും. സെഗ്മെന്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ സ്മൂത്ത്നെസ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഈ രീതിയിൽ നമുക്ക് സ്മൂത്ത്നെസ് കൂട്ടാൻ സാധിക്കും. സ്മൂത്ത്നെസ് കൂട്ടാൻ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആട്ടോ സ്മൂത്ത് എഡ്ജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്മൂത്ത്നെസ് കുറയുന്നതായും ആട്ടോ സ്മൂത്ത് എഡ്ജ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മൂത്ത്നെസ് കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ടിക്ക് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്ത് സ്മൂത്ത്നെസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു പ്ലെയിന്റെ കേസ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്ലെയിൻ വരയ്ക്കുകയാണ്. എടുക്കുന്നു. ഞാനിവിടെ പോയിട്ട് ജിയോമെട്രിയിൽ നിന്ന് ഒരു പ്ലെയിൻ എടുത്തു. ഞാനിവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. തൽക്കാലത്തേക്ക് ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം വ്യൂ പോർട്ട് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഷേപ്പിൽ പോയിട്ട് ലൈൻ ടൂൾ എടുക്കുന്നു. ഞാൻ ഇവിടെ സ്മൂത്ത് എന്നുള്ള ഓപ്ഷനിലിട്ട് ഞാൻ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ചെറിയ ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഷെൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മോഡിഫയർ പോയിട്ട് ഷെൽ എടുക്കുന്നു. ഷെല്ലിന്റെ എമൗണ്ട് ഞാൻ ഔട്ടർ എമൗണ്ട് ആണ്, ഞാൻ ഇന്നർ എമൗണ്ട് കൂട്ടി കൊടുക്കുകയാണ്. ഇത് 0 ആക്കിയിട്ട് ഇന്നർ എമൗണ്ട് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. നമുക്കിവിടെ ഷെല്ല് ഇന്നർ എമൗണ്ട് കൂട്ടി കൊടുത്തപ്പോൾ നമുക്ക് അതിന്റെ തിക്നെസ് വർദ്ധിച്ചതായിട്ട് കാണാം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബിവൽ എഡ്ജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ബിവൽ എഡ്ജസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ നണ്ണില് ക്ലിക്ക് ചെയ്യുന്നു. നണ്ണില് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഷേപ്പില്
ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് തരം ഷേപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ആ രീതിയിലേക്ക് ഈ ഫോം മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് ഇവിടെ ചെന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഷേപ്പ് ശ്രദ്ധിക്കുക, ഈ ഷേപ്പിന്റെ അതേ ഫോമിലേക്ക് നമ്മുടെ എഡ്ജ് മാറിയിരിക്കുന്നതായിട്ട് കാണാം. ഈ രീതിയിലാണ് നമ്മൾ ഷെൽ മോഡിഫയറിലെ ബിവൽ എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഷേപ്പും കറക്റ്റായി ഒരേപോലെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തു, ഞാൻ വെർട്ടെക്സ് എടുത്തു ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് മറ്റേ ഫോമിൽ ശ്രദ്ധിക്കുക. ഇത് ഞാൻ വ്യത്യാസപ്പെടുത്താനനുസരിച്ച് ഷേപ്പിന് മാറ്റം ഇവിടെ ഞാൻ ഫില്ലറ്റ് വെച്ച് മാറ്റിയപ്പോൾ ഇത് ഷേപ്പ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ രീതിയിൽ നമുക്ക് ബിവൽ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ഷെൽ മോഡിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.